നമസ്കാരം. മലയാളം ചാനൽ ലോകത്ത് പോരുമുറുകയാണ്. ഒന്നാം സ്ഥാനത്തിനായി ഏഷ്യാനെറ്റ് ന്യൂസും റിപ്പോർട്ടർ ടിവിയും തമ്മിലാണ് പോരാട്ടം. വാർത്തയുടെ ആധികാരികതയുമായി ഏഷ്യാനെറ്റ് ന്യൂസ് ഇടക്കാലം കൊണ്ട് നഷ്ടമായ ഒന്നാം സ്ഥാനം തിരിച്ചുപിടിച്ചപ്പോൾ റിപ്പോർട്ടറിന് തിരിച്ചടിയേറ്റിരുന്നു. ഇതോടെ വീണ്ടും റേറ്റിംഗ് ഉയർത്താനുള്ള തന്ത്രങ്ങളുമായി ചാനൽ രംഗത്തെത്തി. കഴിഞ്ഞ ദിവസം ചാനലിൻ്റെ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിൽ നടന്ന കൊമ്പുകോർക്കൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് നാടകമെന്ന വിധത്തിലാണ്. റിപ്പോർട്ടറിന്റെ മുഖമായ അരുൺകുമാറും സുജയ പാർവതിയും തമ്മിലാണ് പക്ഷം പിടിച്ച് തമ്മിൽ കോർത്തത്. കാവിക്കൊടി പിടിച്ച ഭാരതാംബ ചിത്രവും ഗവർണർ വിവാദവുമായി ബന്ധപ്പെട്ടതായിരുന്നു ചർച്ച. ചാനൽ ഉടമ ആൻഡോ അഗസ്റ്റിൻ, ഡിജിറ്റൽ ഹെഡ് ജിമ്മി ജെയിംസ്, സ്മൃതി പരുത്തിക്കാട് എന്നിവരാണ് ഇരുവർക്കുമൊപ്പം ചർച്ചയിൽ പങ്കെടുത്തിരുന്നത്. ചർച്ച പുരോഗമിക്കവെയാണ് ജനതാ പാർട്ടി CPM ബന്ധം ചർച്ചകളിൽ നിറഞ്ഞപ്പോഴാണ് ഇരുവരും തമ്മിൽ തർക്കിച്ച് അടിയുടെ വക്കിലെത്തിയത്. കേരള ഗവർണർ അടിയന്തരാവസ്ഥയെക്കുറിച്ചും CPM സഹകരണത്തെക്കുറിച്ചും പറഞ്ഞതോടെയാണ് അരുൺകുമാർ തർക്കിച്ചത്. വിഷയത്തിൽ സുജയ സംസാരിക്കവേ അരുൺകുമാർ ഇടപെട്ട് സംസാരിക്കവെയാണ് തർക്കം മൂർച്ഛിച്ചത്. RSSുമായി ചേർന്നാണ് CPM മത്സരിച്ചതും സഹകരിച്ചതെന്നുമാണ് സുജയ വാദിച്ചത്. എന്നാൽ അങ്ങനെയല്ല ചരിത്രമെന്നും ജനസംഘവുമായി ചേർന്നാണെന്നും അരുൺകുമാറും തർക്കിച്ചു. ഇതോടെ ആദ്യം ബഹുമാനത്തോടെ താൻ പറയാത്ത കാര്യം തന്നിലേക്ക് ചേർക്കേണ്ടെന്ന് പറഞ്ഞാണ് സുജയ രംഗത്ത് വന്നത്. എന്നാൽ അരുൺ വഴങ്ങാതെ വന്നതോടെ സുജയ പാർവതി ഡെസ്കിൽ കൈ ആഞ്ഞടിച്ചുകൊണ്ട് സ്റ്റോപ്പ് ഇറ്റ് എന്ന് അലറുകയായിരുന്നു. ഇതോടെ അതൊക്കെ നിങ്ങൾ കയ്യിൽ വെച്ചാൽ മതിയെന്നാണ് അരുൺകുമാർ പറഞ്ഞത്. RSS ശാഖയിൽ കാണിക്കുന്ന പരിപാടി ഇവിടെ കാണിക്കേണ്ടെന്നാണ് പറഞ്ഞത്. എൻ്റെ അവസരമാണ്, താങ്കൾ പറയേണ്ടെന്നായിരുന്നു സുജയ പറഞ്ഞത്. തുടർന്ന് സുജയ തൻ്റെ വാദം തുടർന്നു. ഡോക്ടർ അരുൺകുമാറിന്റെ പൊന്നോമന മക്കളായ SFI കുഞ്ഞുങ്ങളാണ് ഗവർണർക്കെതിരെ പ്രതിഷേധങ്ങളുമായി തർക്കങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നതെന്നും സുജയ പറഞ്ഞു. തുടർന്ന് അങ്ങോട്ടും തർക്കം തുടർന്നു. വ്യക്തിപരമായ അധിക്ഷേപം നടത്തരുതെന്ന് അരുൺകുമാർ പറഞ്ഞു. SFI നടത്തിയ പോരാട്ടത്തിന്റെ 7 എഴുത്ത് വരില്ല RSS പോരാട്ടമെന്നാണ് അരുൺ വാദിച്ചത്. ചരിത്രമല്ല, വർത്തമാനമാണ് ഇവിടെ സംസാര വിഷയം എന്ന് പറഞ്ഞ് സുജയും പറഞ്ഞു. തുടർന്ന് ഇരുവരും തമ്മിൽ വ്യക്തിപരമായ തർക്കമായിരുന്നു ചർച്ചയിൽ നിറഞ്ഞത്. ഡോക്ടർ അരുൺ വിചാരിച്ച നിലയിൽ ചർച്ച മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു. അതിന് തയ്യാറല്ലെന്നാണ് സുജയുടെ നിലപാട്. ഇതിനിടെ ഇരുവരും തമ്മിലുള്ള ചർച്ചയിൽ ആൻഡോ ഇടപെട്ട് സംസാരിച്ചു. പ്രേക്ഷകർ കാണുന്നുണ്ടെന്നും തർക്കത്തിൽ അടിസ്ഥാനമില്ലെന്നതുമാണ് ആൻഡോ വാദിച്ചത്. സെറ്റിട്ട ചർച്ചയാണെന്ന് പ്രേക്ഷകർ ധരിക്കുമെന്നും ആൻഡോ പറഞ്ഞു. അതേസമയം ഇത്രയും സമയം ചർച്ചയിൽ പങ്കെടുത്ത ജിമ്മി ജെയിംസും സ്മൃതി പരുത്തിക്കാടും നിശബ്ദരായിരുന്നു. തർക്കം മൂർച്ഛിച്ചതിൽ ആൻഡോ അഗസ്റ്റിൻ പ്രേക്ഷകരോട് ക്ഷമ പറയുകയും ചെയ്തു. അവർ തമ്മിലുള്ള തർക്കം അവർ തീർക്കട്ടെ എന്നതായിരുന്നു ഇവരുടെ നിലപാട്. ഈ തമ്മിലടിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലും ചർച്ച ഉടലെടുത്തു. മീറ്റ് ദ എഡിറ്റേഴ്സിലെ ചർച്ച ആസൂത്രിതമാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്ന വിമർശനം.